ബി.ജെ.പി. ഹർത്താൽ ദിനത്തിൽ സംസ്ഥാനത്തെ ക്രമസമാധാനം തകർക്കുകയായിരുന്നു ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പോലീസ് ഫലപ്രദമായി ഇടപെട്ടത് കാരണം കലാപമുണ്ടാക്കാനുള്ള ഗൂഢപദ്ധതി നടക്കാതെ പോയി. അനാവശ്യ ഹർത്താലുകൾ ഒഴിവാക്കാൻ സർവകക്ഷി യോഗം വിളിക്കും. മഞ്ചേശ്വരം കേന്ദ്രീകരിച്ച് വർഗീയ കലാപത്തിന് ശ്രമം നടക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. തുടർച്ചയായുള്ള ഹർത്താലുകളിലൂടെ സംസ്ഥാനത്തിന്റെ ക്രമസമാധാനം തകർക്കലായിരുന്നു ലക്ഷ്യമെന്ന് പി.കെ. ബഷീറിന്റെ ചോദ്യത്തിന് മുഖ്യമന്ത്രി മറുപടി നൽകി. മുൻകൂട്ടി കണ്ട് ഫലപ്രദമായി ഇടപെടാൻ പോലീസിന് കഴിഞ്ഞു. അതിനാൽ കലാപമുണ്ടാക്കാൻ ലക്ഷ്യമിട്ട ഗൂഢപദ്ധതി നടക്കാതെ പോയെന്ന് പിണറായി പറഞ്ഞു. കേരളത്തിന്റെ മുന്നോട്ടു പോക്കിനെ തടയാൻ ബോധപൂർവമുള്ള ചില നടപടികൾ കേരളത്തിന്റെ വികസനത്തിന് ഇതേവരെ ഒരു പങ്കും വഹിക്കാത്ത ചില ശക്തികൾ ബോധപൂർവം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മഞ്ചേശ്വരം ഭാഗത്ത് ബോധപൂർവമായ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നത് നാം ഗൗരവമായി കാണേണ്ടതായിട്ടുണ്ട്. അനാവശ്യ ഹർത്താലുകൾ ഒഴിവാക്കാൻ സർവകക്ഷി യോഗം വിളിക്കാൻ സർക്കാർ തയ്യാറാണ്. സംസ്ഥാന സർക്കാർ ഇക്കാര്യം സംബന്ധിച്ച് ഗൗരവമായി തന്നെ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്ത് ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ഹർത്താൽ നിയന്ത്രണ ബില്ല് പാസാക്കണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. അനാവശ്യമായ ഹർത്താൽ നിയന്ത്രിക്കണം എന്നുള്ള കാര്യത്തിൽ സഭയുടെ ഏക അഭിപ്രായമാണെങ്കിൽ ഈ ബില്ല് എന്തുകൊണ്ട് ഈ സഭയിൽ അവതരിപ്പിച്ച് പാസാക്കാൻ ഗവൺമെന്റ് തയ്യാറാകുമോ? മൂന്നാം തീയതിയിലെ ഹർത്താൽ മൂലം 28 ലക്ഷം രൂപയുടെ പൊതുമുതലും 1 കോടിയുടെ സ്വകാര്യ മുതലും തകർക്കപ്പെട്ടു. 772 കേസുകളിലായി 4163 പേരെ അറസ്റ്റ് ചെയ്യുകയും 1021 പേരെ റിമാൻഡും ചെയ്തു. ശബരിമല വിഷയം ഉന്നയിച്ച് 3 മാസങ്ങളിൽ നടത്തിയ ഹർത്താലിൽ വ്യാപാര സ്ഥാപനങ്ങൾ ആക്രമിച്ച 5394 പേരെയും അറസ്റ്റ് ചെയ്തതായി മുഖ്യമന്ത്രി അറിയിച്ചു. മീഡിയ 1 തിരുവനന്തപുരം.